ഇന്ത്യൻ ദേശീയ ടീമിൽ എത്തുകയാണ് ലക്ഷ്യമെന്ന IPLലെ മുംബൈ ഇന്ത്യൻസിന്റെ മിന്നും താരമായ വിഘ്നേഷ് പുത്തൂർ. കഴിഞ്ഞ ഏതാനും വർഷമായി കേരള ക്രിക്കറ്റ് അടിമുടി മാറിയെന്നും കേരള ക്രിക്കറ്റ് ലീഗ് ഇനിയും പുത്തൻ താരോദയങ്ങൾക്ക് വേദിയാകുമെന്നും വിഘ്നേഷ് പറഞ്ഞു. ആലപ്പി റിപ്പിൾസിന്റെ താരമായ വിഘ്നേഷ് ഇന്നലെ ടീമിനൊപ്പം ചേർന്ന് പരിശീലനം തുടങ്ങി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണായുള്ള ഒരുക്കത്തിലാണ് എല്ലാ ടീമുകളും. ആദ്യ സീസൺ നമുക്ക് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ആളെ നൽകി എന്ന് പറയാം. വിഘ്നേഷ് പുത്തൂര് നമുക്കൊപ്പം ചേരുകയാണ്. വിഘ്നേഷ്, വളരെ സന്തോഷം കണ്ടതില്. വിഘ്നേഷ്, എങ്ങനെയാണ് ഇപ്പൊ രണ്ടാം സീസണിന്റെ പരിശീലനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു? ഞങ്ങള് പന്തറിയുന്നത് കാണുമായിരുന്നു. അതിഗംഭീരമായി ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നാണ് ഫസ്റ്റ് ക്യാമ്പ് തുടങ്ങിയത്. ജോയിൻ ചെയ്തോളൂ. എങ്ങനെയുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു സീസൺ ആണല്ലോ ഒരു തലവര മാറ്റിയ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ സീസൺ എങ്ങനെയുണ്ട്? അതിൽ നിന്ന് വരുമ്പോ ഇത്തവണത്തെ വ്യത്യാസം എന്താ തോന്നുന്നത്? നല്ല വ്യത്യാസമുണ്ട് തീർച്ചയായും. കഴിഞ്ഞ ദിവസം വരുമ്പോ തീർച്ചയായും നമ്മളൊരു ബിഗിനറാണ് പല കാര്യത്തിലും. പറഞ്ഞ പോലെ നല്ല ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റി, കുറെ പഠിച്ചു. എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വ്യത്യാസമാണ്. അപ്പൊ അത് പറഞ്ഞാൽ ഇവിടെ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കണം. ടീമേഴ്സും ഷെയർ ചെയ്യണം ആഗ്രഹം. എങ്ങനെയുണ്ട് കോച്ചും ഒപ്പമുള്ള സഹതാരങ്ങളൊക്കെ? വൺ ഓഫ് മൈ ഫേവറേറ്റ് കോച്ചാണ് സാർ. പണ്ട് അണ്ടർ-19 ഒരുമിച്ച് വർക്ക് ചെയ്താണ്. പിന്നെ ആ സാറിന് നല്ല സപ്പോർട്ട് പണ്ടുപോലെ. നമുക്കറിയാം IPLന് ശേഷം അവിടെ നിന്ന് കൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ അതിനുശേഷം പരിശീലനമൊക്കെ വീണ്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുറത്തൊക്കെ പോയി പരിശീലനമൊക്കെ കഴിഞ്ഞു വന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്താണ് മുന്നിലുള്ള ഈ സീസണിലെ ഒരു ലക്ഷ്യം എന്താണ്? വലിയ ഗോൾ വേണമെന്നില്ല, നല്ല ക്രിക്കറ്റ് കളിക്കുക, അത്രേ ഉള്ളൂ. ടീം ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഈ കഴിഞ്ഞ തവണ വിഘ്നേഷ് കളിക്കാൻ വന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഈ പരിചിതമായ ഒരു പേരല്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പേരാണ് വിഘ്നേഷിൻ്റെത്. കഴിഞ്ഞ ഒരു സീസണിനകത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? പറഞ്ഞ പോലെ തന്നെ കുറെ പേർക്ക് അറിയാം IPL കാരണം. മുംബൈ ഫ്രാഞ്ചൈസി കാരണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എത്തി. പിന്നെ ഓഫ്കോഴ്സ് KCAക്ക് താങ്ക്സ് പറയണം. കാരണം ഇങ്ങനെ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പല പ്ലേയേഴ്സിനും അവിടെ എത്തിപ്പെടാൻ പറ്റുന്നത്. എല്ലാവർക്കും നല്ലൊരു എക്സ്പോഷറാണ് അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനായാലും എല്ലാത്തിനും. അപ്പോൾ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാ പ്ലേയേഴ്സും പറയാനുള്ളത്. തീർച്ചയായും വിഘ്നേഷ് മലപ്പുറത്തു നിന്നാണ്. അപ്പം ഞങ്ങൾ ഇടക്ക് ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ ഫുട്ബോള് ശരിക്കും നാട്ടിലെല്ലാം കളിക്കാനാണല്ലോ. അപ്പൊ അങ്ങനെ ഓക്കെ, ആർക്കറിയാത് ഷൂട്ട് ചെയ്താണ്. ഓക്കെ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാലേ ഇപ്പം വിഘ്നേഷെ പോലെ ഒരുപാട് താരങ്ങളുണ്ട്. മീൻസ് കഴിഞ്ഞ സീസണിൽ വിഘ്നേഷ് വന്നതുപോലെ ഇത്തവണ നമ്മൾക്ക് ഒരുപാട് പുതിയ ആളുകൾ. അപ്പൊ ഈ രഞ്ജി ട്രോഫിക്കൊക്കെ ശേഷം കേരളത്തിലെ ഒരു ക്രിക്കറ്റിന് വലിയൊരു മാറ്റം വിഘ്നേഷിന് ഫീൽ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ 4 വർഷമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. കേരളത്തിന്റെ രഞ്ജി ട്രോഫി ആയാലും ബാക്കി ഏത് ഡൊമസ്റ്റിക് ടൂർണമെന്റ്സ് ആയാലും പെർഫോമൻസ് അതിന് കൂടിയിട്ടുണ്ട്. ടീം നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പക്ഷെ ഫൈനലിലെത്തി. വളരെ നല്ല കാര്യം, അച്ചീവ്മെന്റ് ആണ് അത്. തീർച്ചയായും പറഞ്ഞ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ആയതുകൊണ്ട് കൂടുന്നുണ്ട്. തീർച്ചയായും എല്ലാവർക്കും ഇൻസ്പയർഡ് ആവുന്നുണ്ട് പല കാര്യത്തിലും. വിഘ്നേഷ്, ഞാൻ എറിയുന്നത് ഈ ചൈനാമാൻ പന്തുകളാണെന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്? അത് കളി തുടങ്ങിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ബാക്കി ഇതാണ് ചൈനാമാൻ. പിന്നെ അതിൽ തന്നെ പ്രാക്ടീസ് നിരന്തരം അല്ലേ? ഇതിനു മുൻപ് കേരളത്തിലുള്ള ചൈനാമാൻ പന്തേറുകാരെ ഒക്കെ അവരെ മാത്രം അറിയുന്നത്. കുൽദീപ് യാദവ് ഓഫ് കോഴ്സ് അല്ലേ? അത് ഫേവറേറ്റ് ബോളറാണ്. കേരളത്തിൽ ജിയാസേട്ടനാണ്. ഓക്കെ. വിഘ്നേഷ്, സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കുപ്പായം അത് നമ്മളെല്ലാ താരങ്ങളും ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു സ്വപ്നം എന്താണ്? തീർച്ചയായും എല്ലാ ക്രിക്കറ്റേഴ്സിന്റെ ആഗ്രഹമാണ് ഇന്ത്യ കളിക്കാൻ. അതിനെ അതിനായുള്ള പ്രയത്നം തുടങ്ങും. ഇത്രയും കാലം അതിനായിരുന്നു. ഇനി അത് തുടങ്ങും, തുടരും. തീർച്ചയായും തുടരും. അതാണ് അപ്പോൾ പറഞ്ഞത്, പ്രയത്നം തുടരും എന്നാണ് വിഘ്നേഷ് പുത്തൂർ പറയുന്നത്. ഷാനു നെറ്റിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.